നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. RBIയുടെ മോണിറ്ററി പോളിസി ഉണ്ടായിരുന്ന ഈ ഒരു ദിവസം നമ്മൾ വോളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് വളരെ സീവിയർ ആയിട്ടുള്ളൊരു വോളറ്റിലിറ്റിയാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. RBIയുടെ മോണിറ്ററി പോളിസി വിശേഷങ്ങളിലേക്ക് എല്ലാം തന്നെ നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കാം. നിഫ്റ്റി കാണുന്നത് പോലെ തന്നെ ഏറ്റവും ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 22,000 നിന്ന് ഏകദേശം ഒരു 300 പോയിന്റിന് ഒരു ഫോൾ ഉണ്ടാക്കി 21,700 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തു. എന്നാൽ അവസാന സമയം ചെറിയ രീതിയിൽ റിക്കവറി നടത്തി നിഫ്റ്റി 21,718 ക്ലോസിംഗ് അവസാനിച്ചപ്പോൾ 212 പോയിൻ്റാണ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസെക്സ് 723 പോയിൻറ്റും നിഫ്റ്റി ബാങ്ക് 800 പോയിൻറ്റിൻ്റെ വളരെ ശക്തമായിട്ടുള്ളൊരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. NSEയിൽ 812 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. 1,350 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും SBI, പവർ ഗ്രിഡ്, BPCL, ഹിൻഡൽകോ, കോൾ ഇന്ത്യ തുടങ്ങിയ കമ്പനീസ് ഇന്ന് നിഫ്റ്റി 50ൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. SBI അതിൻ്റെ റാലി തുടരുന്നുണ്ട്. 3.6% റാലി രേഖപ്പെടുത്തി. FMCG ജയൻറ്റ് കമ്പനിയായിട്ടുള്ള ITC ഇന്ന് 4% ഇടിവും, മറ്റൊരു FMCG ജയൻറ്റ് കമ്പനിയായിട്ടുള്ള ബ്രിട്ടാനിയ ഇന്ന് 4% ഇടിവും, പ്രൈവറ്റ് സെക്ടർ ബാങ്കായിട്ടുള്ള കൊഡാക് ബാങ്ക് 3.5%, ICICI ബാങ്കും ആക്സിസ് ബാങ്കും 3 മുതൽ 3.5% വരെയുള്ള ഒരു ഫോളാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്, 34 പോയിൻറ്റിൻ്റെ ഒരു സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഇന്ത്യ വിക്സ് 2% സ്പൈക്ക് ചെയ്ത് 15.82. ബിറ്റ്കോയിൻ $1,900 അതിശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി 44,823. MOX, FTSE, SAISI 40, DAX തുടങ്ങിയ റഷ്യൻ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് അതിശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി 2% റാലി 753 പോയിൻറ്റ്. കോസ്പി, ചൈന, ഓസ്ട്രേലിയ തുടങ്ങിയ മാർക്കറ്റുകളെല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ബ്രന്റ് ഓയിൽ 79.95 പെർ ബാരൽ. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 04 പൈസ. US ഡോളർ. ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഗോൾഡ് പെർ ഔൺസിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $2,031. 3.80% സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഗോൾഡിലും കാണുന്നുണ്ട്. ഇത് നമുക്ക് നേരെ നമ്മളെ മാർക്കറ്റിലുള്ള കമ്പനികളുടെ ന്യൂസുകളിലേക്ക് പോകാം. ഈ ഒരു ഞായറാഴ്ച ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് ഉള്ളത് കോഴിക്കോടാണ്. അതിനുശേഷം കൊച്ചിയിലും വെച്ച് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. കൂടാതെ തന്നെ 6 മാസത്തെ നീണ്ട സപ്പോർട്ടും ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് കാലയളവിൽ എന്ത് സംശയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കാനായിട്ടുള്ളൊരു അവസരമുണ്ട്. ഇനി നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് പോകാം. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യമുള്ളത് പേജ് ഇൻഡസ്ട്രീസ് ആണ്. ജോക്കി എന്ന് പറയുന്ന ഇന്നർവെയർ കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രീസ്. അത് മാത്രമല്ല അവർക്ക് ഒരുപാട് വേറെ ബിസിനസ്സും ഉണ്ട്. അപ്പോൾ നമ്മളുടെ സിറ്റീസിലെല്ലാം തന്നെ ഈ ഒരു ജോക്കിയുടെ എല്ലാം തന്നെ ഷോറൂംസ് എല്ലാം തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഓരോ സ്ഥലങ്ങളിലും ഇവരുടെ ഷോറൂംസ് കാണുന്നുണ്ട്. പേജ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 23% ഉയർന്ന് 152 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ 3ാമത്തെ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. 100 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചു. എസ്കോട്ട് ട്രാക്ടർ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. എസ്കോട്ട് കുബൂത്ത എന്നാണ് ശരിക്കും പേര്. എസ്കോട്ട് കമ്പനി ജപ്പാൻ കമ്പനിയായിട്ടുള്ള കുബൂത്തക്ക് എസ്കോട്ടിൽ വലിയ തോതിൽ നിക്ഷേപമുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 49% ഉയർന്ന് 277 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 3% വർധനവ് രേഖപ്പെടുത്തി 2,320 കോടി രൂപ കരസ്ഥമാക്കി. മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഒരു 35ാമത്തെ മാസമാണ് ഇത് കൃത്യമായിട്ട് ഫണ്ട് ഫ്ലോ അതിന് പ്രീവിയസ് ആയിട്ടുള്ള മാസത്തിൽ നിന്ന് ഉയർന്ന് വരുന്നത്. 21,749 കോടി രൂപയാണ് ഈ ഒരു തവണ മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ്റെ കണക്കുകൾ പ്രകാരം വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 16,997 കോടി രൂപയായിരുന്നു. അപ്പോൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടും അതുപോലെയുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും സ്മോൾ ക്യാപ്പ് അങ്ങനെ എല്ലാ ആളുകൾക്കും മ്യൂച്വൽ ഫണ്ടിനോട് ഇപ്പോൾ പ്രിയമുണ്ട്. ആളുകൾ ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളുകളും മ്യൂച്വൽ ഫണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ പട്ടികകളിലേക്ക് ഉയർന്നു പോവുകയാണ്. നമുക്കറിയാം 7ാം സ്ഥാനത്തിൽ നിന്നൊക്കെ 5ാം സ്ഥാനമായി. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്. അപ്പോൾ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ഫണ്ട് അഡ്വൈസറായിട്ട് സമീപിച്ച് മികച്ച മ്യൂച്വൽ ഫണ്ടിനെ തിരഞ്ഞെടുക്കുക. ഇനി മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും റിസർവ് ബാങ്ക് ഈ തവണയും
പലിശ നിരക്കുകളിൽ വർധനവോ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. തുടർച്ചയായിട്ട് 6ാമത്തെ തവണയാണ് പലിശ നിരക്കുകളിലൊന്നും തന്നെ മാറ്റങ്ങൾ വരുത്താത്തത്. പക്ഷേ റിസർവ് ബാങ്ക് നാട്ടിലുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കിൻ്റെ അവരുടെ അടുത്ത് അവർ കൊടുക്കുന്ന ലോണിന്മേലുള്ള വായ്പകൾക്ക് ഏർപ്പെടുത്തുന്ന പലിശ അത് വർദ്ധിപ്പിക്കാനായിട്ട് ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെല്ലാം തന്നെ വലിയ തോതിൽ ഇടിയാനായിട്ട് കാരണമായിട്ടുള്ളത്. GDP ഫോർകാസ്റ്റ് 7% നിലനിർത്തിയിട്ടുണ്ട്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ കമ്പനി 23% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 4727 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി 3 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. BEML കമ്പനി ഹെവി എക്യുപ്മെൻറ്റ് മേക്കേഴ്സാണ് BEML കമ്പനി. 27% ഇയർ ഓൺ ഇയർ ഇവരുടെ അറ്റാദായത്തിൽ കുറവ് രേഖപ്പെടുത്തി. 48 കോടി രൂപ. കഴിഞ്ഞ തവണ 66 കോടി രൂപ ഉണ്ടായിരുന്ന കമ്പനിയായിരുന്നു. കമ്പനി 5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈഡസ് ലൈഫ് എന്ന് പറയുന്ന ഫാർമ സെക്ടറുള്ള കമ്പനി അവരുടെ പുതിയ ഒരു മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് അപ്രൂവൽ കിട്ടി. അപ്പോളോ ഹോസ്പിറ്റൽ കമ്പനി 60% അവരുടെ അറ്റാദായം ഉയർന്ന് 245 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 153 കോടി രൂപയായിരുന്നു ഇവരുടെ അറ്റാദായം ഉണ്ടായിരുന്നത്. അറ്റാദായം എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റാണ്. കൂടാതെ തന്നെ കമ്പനി 6 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ ഇപ്പോൾ കേരളത്തിലുമുണ്ട്, അങ്കമാലിയിലുണ്ട്. മാംഗ്ലൂർ കെമിക്കൽ കമ്പനി പ്രദീപ് ഫോസ്ഫേറ്റായിട്ട് കമ്പനി മെർജറിനുള്ള സാധ്യതകൾ തേടുന്നുണ്ട്. സ്റ്റോക്ക് ഇന്ന് 8% റാലി രേഖപ്പെടുത്തി. അതുപോലെ ഉള്ള ഒരു ന്യൂസാണ് TRF കമ്പനി ടാറ്റ സ്റ്റീലായിട്ട് മെർജർ ചെയ്യുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്നലെ 20% അപ്പർ സർക്യൂട്ട്, ഇന്നും 20% അപ്പർ സർക്യൂട്ട്. പേടിഎമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് കഴിഞ്ഞ 2 ദിവസങ്ങളിലെല്ലാം തന്നെ ബോട്ടം ഫിഷിംഗ് കണ്ട് ഉയർന്ന ഒരു കമ്പനി പേടിഎം ശക്തമായൊരു ഇടിവിന് ശേഷം ഒരു ബോട്ടം ലെവലിലൊരു ബൈയിങ് കണ്ട കമ്പനി ഇന്ന് 10% എഗെയിൻ ഫോൾ ആയിട്ടുണ്ട്. RBI ഡെപ്യൂട്ടി ഗവർണർ സ്വാമിനാഥ് ജി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പേടിഎം വെറുതെ ബാൻ ചെയ്തതല്ല, റെഗുലേറ്ററി പോളിസീസ് എല്ലാം തന്നെ പാലിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്മേലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഉചിതമായ സമയത്ത് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സൊമാറ്റോ കമ്പനി ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോ തുടർച്ചയായ 3 ക്വാർട്ടറുകളിൽ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി. 138 കോടി രൂപ. കഴിഞ്ഞ തവണ 347 കോടി രൂപയുടെ ലോസ് ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു. LIC കമ്പനി രാജ്യത്തിലെ ഇൻഷുറൻസ് മേഖലയിലെ റിലയൻസ് ആണ് LIC. അതായത് ഇൻഷുറൻസ് മേഖലയിലെ 60% വിപണി പങ്കാളിത്തമുള്ള LIC അപ്പോൾ ഇഷ്യൂ ചെയ്ത സമയത്ത് എല്ലാ ആളുകളെയും ചെറിയ രീതിയിൽ നിരാശപ്പെടുത്തിയെങ്കിൽ കൂടിയും കമ്പനി ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 1100 രൂപ പെർ ഷെയറിനാണ്. കമ്പനിയുടെ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കും. റിസൾട്ടിൻ്റെ ഡേറ്റ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 7 ലക്ഷം കോടി രൂപ കടന്നിട്ടുണ്ട്. അതായത് SBIയുടെ മാർക്കറ്റ് ക്യാപ്പ് 6.33 ലാക്കാണ്. അതിന് മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ LIC കൈവരിച്ചു എന്നുള്ളതാണ് ന്യൂസ്. പതഞ്ജലി ഫുഡ് നെറ്റ് പ്രോഫിറ്റ് 269 കോടി രൂപയിൽ നിന്ന് 216 കോടി രൂപയിലേക്ക് ചെറിയ തോതിൽ പ്രോഫിറ്റ് കുറഞ്ഞു എങ്കിലും പ്രോഫിറ്റാണ്. ഓറിയൻറ്റ് പേപ്പർ കമ്പനി തവണ ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 3 കോടി രൂപ ലോസ്. കഴിഞ്ഞ തവണ 39 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. ഓർക്കിഡ് ഫാർമ കമ്പനി 29 കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ 7 കോടി രൂപ മാത്രമായിരുന്നു മികച്ച ഒരു അറ്റാദായം. KNR കൺസ്ട്രക്ഷൻ കമ്പനി 107 കോടി രൂപയിൽ നിന്ന് 135 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. KNR കൺസ്ട്രക്ഷൻ ഇപ്പോൾ നിങ്ങൾ കാലിക്കറ്റിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവിടെയുള്ള റോഡുകളുടെ എല്ലാം തന്നെ ഹെവി കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം തന്നെ KNR കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്കപ്പുറം ഇപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ കാലിക്കറ്റ് പോവുക, കോഴിക്കോട് പോവുക എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ്. കാരണം അത്രയ്ക്കും വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, കേരളത്തിലും നടക്കുന്നത്. അപ്പോൾ നമുക്ക് കോഴിക്കോട് ഓഫീസിലൊക്കെ ഇനി വളരെ എളുപ്പത്തിൽ പോകാം. ഇപ്പോൾ യാത്ര കുറച്ചധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ വരുന്ന നാളുകളിൽ മികച്ചൊരു റോഡ് നമുക്കുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.